വയനാട് പിലാക്കാവിലും പരിസരങ്ങളിലും പശുക്കളിൽ ചർമ്മരോഗം വ്യാപകം. ഇതോടെ ക്ഷീരകർഷകർ ആശങ്കയിലാണ്. അധികൃതരുടെ ഭാഗത്തു നിന്നും അടിയന്തര നടപടികൾ ഉണ്ടാകണമെന്ന ആവശ്യവും ശക്തമായിരിക്കുകയാണ്. മാനന്തവാടി പിലാക്കാവ് അടിവാരം പിലാമൂല ചന്തുവിന്റെ കുത്തിവെക്കാറായ 2 വയസ്സ് പ്രായമുള്ള പശുക്കിടാവാണ് കഴിഞ്ഞ ദിവസം ചത്തത്. 1 വയസ്സുള്ള പശുക്കിടാവിനും രോഗം ബാധിച്ചിട്ടുണ്ട്. മണിയൻകുന്ന് നടുതൊട്ടിയിൽ ദിവാകരന്റെ ഗർഭിണിയായ 3 വയസ്സുള്ള പശു ചർമ്മമുഴ ബാധിച്ച് ശരീരത്തിൽ വ്രണം രൂപപ്പെട്ട് തീർത്തും അവശ നിലയിലാണ്. അടിവാരത്ത് തന്നെ പൊറ്റത്തടത്തിൽ ദേവസ്യയുടെ 3 വയസ്സുള്ള ഗർഭിണിയായ പശുവും കാനക്കുന്നിൽ കുഞ്ഞിന്റെ 2 വയസ്സ് പ്രായമുള്ള പശുക്കിടാവ് എന്നിവയ്ക്കെല്ലാം രോഗം ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ മഴക്കാലം ആവുന്നതിന് മുന്നേ തന്നെ ചികിത്സ ചെയ്യാനുള്ള സംവിധാനം ചെയ്യുക. ഇന്നലെ വേറെ റിപ്പോർട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ തൊട്ടടുത്ത് തന്നെ വരുന്നതായിട്ട്. അപ്പോൾ ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ദൂരം വിട്ടുവിട്ടുമുണ്ട്. നമ്മുടെ ഈ പ്രദേശത്തല്ലാതെ കുറച്ച് അങ്ങോട്ടും ഒരു 2 കിലോമീറ്റർ അങ്ങോട്ടേക്കും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് പകരുന്നതെന്നുള്ളതൊക്കെ ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാനുള്ള ഒരു ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ചികിത്സയാണ് വേണ്ടത്. പിന്നെ നഷ്ടപരിഹാരം ഇപ്പോൾ ചെറിയ കിടാക്കളൊക്കെ ആയതുകൊണ്ട് തന്നെ ഇൻഷുറൻസും ഒന്നും ചെയ്തു കാണില്ല. അപ്പോൾ അതുകൊണ്ട് അതിനുള്ള നഷ്ടപരിഹാരം കൊടുക്കുക. ഈച്ചകളിലൂടെയും മറ്റുമാണ് രോഗം പടർന്നു പിടിക്കുന്നത്. പശുക്കളുടെ ചർമ്മത്തിൽ മുഴകൾ രൂപപ്പെട്ട് വ്രണമായി മാറി മരണപ്പെടുകയാണ് ചെയ്യുന്നത്. പ്രതിരോധ കുത്തിവെപ്പ് എടുക്കുക മാത്രമാണ് പ്രതിവിധി. കർഷകർക്ക് അടിയന്തരമായി പ്രതിരോധ കുത്തിവെപ്പ് സൗജന്യമായി നൽകണമെന്നാണ് ക്ഷീരകർഷകരുടെ ആവശ്യം. പെട്ടെന്നൊരു മുഴ പോലെ വന്നു. 10-14 ദിവസം ഞങ്ങൾ ഡോക്ടറെ കൊണ്ടുവന്ന് ചികിത്സിച്ചു. അത് 14 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് മരിച്ചു. അതിനൊരു പ്രതിരോധ കുത്തിവെപ്പ് എത്രയും പെട്ടെന്ന് എല്ലാ സ്ഥലങ്ങളിലും നടത്താനാണ് ഞങ്ങളെ ഒരു അപേക്ഷ സർക്കാരിനോട്. പല ക്ഷീരകർഷകരും പശുക്കളെ ഇൻഷുർ ചെയ്യുക പോലും ചെയ്തിട്ടില്ല. രോഗം ബാധിച്ച് പശുക്കൾ ചത്തോടെ വയനാട്ടിലെ ക്ഷീരകർഷകർ വലിയ ആശങ്കയിലാണ്. കഴിഞ്ഞ വർഷം പുൽപ്പള്ളി മേഖലയിലും ഈ രോഗം പടർന്നു പിടിച്ചിരുന്നു. വായ്പെടുത്തും മറ്റുമാണ് പല കർഷകരും ഈ മേഖല മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതിനിടയിൽ അസുഖം പടർന്നു പിടിക്കുന്നത് ഇവർക്ക് വലിയ സാമ്പത്തിക ബാധ്യതയാണ് വരുത്തി വെക്കുന്നത്. അതേസമയം മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കർഷകരുടെ വീടുകളിലെത്തി പശുക്കളുടെ രക്തസാമ്പിളുകൾ ശേഖരിക്കുകയും പ്രതിരോധ മരുന്നുകൾ നൽകുകയും ചെയ്തു. രോഗം വ്യാപകമായതോടെ ഏക ഉപജീവന മാർഗമായിരുന്ന ക്ഷീരമേഖല കൈവിടേണ്ടി വരുമോ എന്ന ഭീതിയിലാണ് വയനാട്ടിലെ ക്ഷീരകർഷകർ. അരുൺ വിൻസെന്റ്, ന്യൂസ് ബ്യൂറോ, വയനാട്.